ഭഗവാന്റെ ഉപദേശമെല്ലാം കേട്ട് അങ്ങനെ ജീവിതം കൃതാർത്ഥമാക്കി തീർക്കുന്നു. ആരാണോ ഭഗവാനും ദേവഹൂതിയും തമ്മിൽ സംഭാഷണം കേൾക്കുന്നത് അവർക്കും ഈ ദേവഹൂതിയുടെ അവസ്ഥയിലേക്ക് എത്താനായിട്ട് പറ്റും എന്ന് വലിയ കലശ്വരിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് 3-ാം സ്കന്ധം സമർപ്പിച്ചത്. ഇനി സൃഷ്ടിയൊക്കെ വർദ്ധിച്ചു എന്ന് വർണ്ണിക്കാനായിട്ട് വിസർഗം എന്നുള്ള പുരാണ ലക്ഷണം 31 അധ്യായങ്ങളെ കൊണ്ട് വർണ്ണിക്കാനായിട്ട് ആരംഭിക്കാം. ആദ്യം ആ സ്വയംഭരന്റെ ആഹൂതി ദേവഹൂതി പ്രസൂതിയാണല്ലോ. ദേവഹൂതിയുടെ ചരിത്രം പറഞ്ഞു, ആഹൂതിയുടെ ചരിത്രം പറഞ്ഞു, ഭഗവാൻ തന്നെ യജ്ഞൻ എന്ന പേരിൽ അവതരിക്കുന്നത് വർണ്ണിക്കുന്നു, പ്രസൂതിയെ ദക്ഷിണ കൊടുക്കുന്നു, അതിൽ നരനാരായണന്മാരെ അവതരിക്കും ദക്ഷപുത്രിമാരില്. ഏറ്റവും ഇളയപുത്രിയായിട്ടുള്ള സതിയെ സാക്ഷാൽ മഹാദേവന് കൊടുക്കും. മഹാദേവനെ തന്നെ പതിയായിട്ട് കിട്ടിയാലും അതിൽ സന്താനങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് ദക്ഷനാൽ അപമാനിതയായിട്ട് സതീദേവി തന്റെ ശരീരം ഉപേക്ഷിക്കണം. അപ്പൊ ആ കഥ കേൾക്കണം, മഹാദേവന്റെ മഹിമ കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ 6 അധ്യായങ്ങളെ കൊണ്ട് 2 മുതൽ 6 അധ്യായങ്ങളെ കൊണ്ട് ദക്ഷയാഗ ചരിത്രം എല്ലാം വർണ്ണിക്കും.